ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ആസൂത്രണം അഥവാ പ്ലാനിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം, മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങളെ പ്രധാനമായിട്ടും 5ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അറിയാമോ? പ്രധാനമായിട്ടും 5ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ മാനേജ്മെൻറ്റിൻ്റെ ധർമ്മമാണ് അല്ലെങ്കിൽ ഫംഗ്ഷനാണ് ഇത് പ്ലാനിംഗ് എന്ന് അറിയപ്പെടുന്നത് അഥവാ ആസൂത്രണം എന്നറിയപ്പെടുന്നത്. ഏതൊരു പ്രവർത്തനവും എന്ത് ചെയ്യുന്നു? ഏതൊരു പ്രവർത്തനവും തുടങ്ങുന്നത് ആസൂത്രണത്തിലായിരിക്കണം. മാത്രമല്ല ആസൂത്രണത്തിലായിരിക്കും. ഓക്കെ, ഏതൊരു പ്രവർത്തനവും ആസൂത്രണത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു പ്രവർത്തനത്തിൻ്റെയും പ്രാഥമിക ഘട്ടം എന്നറിയപ്പെടുന്ന എന്താണ്? ആസൂത്രണമാണ്, പ്ലാനിംഗ് ആണ്. പ്ലാൻ ചെയ്താൽ മാത്രമേ പ്ലാൻ ചെയ്തതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ആസൂത്രണത്തിലൂടെ മാത്രമേ നമുക്ക് ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സമൂഹത്തിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും, അത് വ്യക്തികളോ സംഘടനകളോ സ്ഥാപനങ്ങളോ ഏതുമാകട്ടെ, അവർക്കെല്ലാം ലക്ഷ്യങ്ങളുണ്ട് അല്ലേ? ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും, ഓരോ സ്ഥാപനവും വ്യക്തിയും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇത്തരം ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ട് എന്ത് ചെയ്യും? മനഃപൂർവമോ അല്ലാതെയോ ഉള്ള നിരവധി തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങളാണ് ആസൂത്രണം എന്ന് പറയുന്നത്. ഓക്കെ, ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങളാണ് ആസൂത്രണം അഥവാ പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത്. നമ്മളെല്ലാ സ്ഥലത്തും പ്ലാനിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു യാത്ര പോകുവാൻ ഉദ്ദേശിക്കുന്നു, നമ്മളൊരു ഉല്ലാസയാത്ര പോകുവാൻ ഉദ്ദേശിക്കുന്നു, നമ്മളുടെ കുടുംബത്തോടൊപ്പം അവധി ദിവസങ്ങൾ ചെലവഴിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അവിടെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എവിടെ പോകണം, എത്ര ദിവസത്തെ യാത്രയാണ്, എവിടേക്ക് പോകണം, ഏത് വാഹനം, ആരുടെ വാഹനം അതിന് വേണം, എത്ര രൂപ അതിന് ചെലവ് വരും, ആരൊക്കെയാണ് അതിൽ വരുന്നത്, ആർക്കെങ്കിലും അസുഖമുള്ളവരുണ്ടോ, എന്തെല്ലാം സാധനങ്ങൾ കരുതേണ്ടതുണ്ട്, ഭക്ഷണം എങ്ങനെ കഴിക്കും, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാറില്ലേ? നേരത്തെ മുൻകൂട്ടി അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാറില്ലേ? ഇത് തന്നെയാണ് ആസൂത്രണം എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ തന്നെ ഒരു വീട്ടമ്മ തൻ്റെ വീട്ടിലെ ജോലികൾ എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കാറില്ലേ? പിറ്റേ ദിവസം രാവിലെ എന്താണ് ചായക്ക്? ദോശയാണെങ്കിൽ തലേ ദിവസം തന്നെ എന്ത് ചെയ്യുന്നു? അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുന്നു അല്ലേ? ഉഴുന്ന് അതുപോലെ അരിയൊക്കെ ഇട്ട് എന്ത് ചെയ്തു? മാവ് തയ്യാറാക്കി വെക്കുന്നു. അതുപോലെ മറ്റെന്തെങ്കിലും ചെയ്തു വെക്കാനുണ്ട്, നാളത്തേക്കുണ്ടെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ടെങ്കിൽ അത് തയ്യാറാക്കുന്നു. അതുപോലെ പിറ്റേ ദിവസത്തെ യാത്രയാണെങ്കിൽ യാത്രയ്ക്ക് വേണ്ട വസ്ത്രങ്ങൾ ഒരുക്കി വെക്കുന്നു. അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ട ലിസ്റ്റുകൾ തയ്യാറാക്കുന്നു. ഇതൊക്കെ ചെയ്യാറില്ലേ? ഇതൊക്കെ എന്താണ്? ആസൂത്രണമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലും ആസൂത്രണം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിരവധി തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങളാണ് സത്യത്തിൽ എന്തെന്നറിയപ്പെടുന്നത്? പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത്. ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ മുൻകൂട്ടി എടുക്കുന്നതിനെയാണ് ആസൂത്രണം എന്ന് പറയപ്പെടുന്നത് അല്ലേ? ഭാവിയെക്കുറിച്ച് പ്ലാനിംഗ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് എന്നാണ്. നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുക ഭാവിയെക്കുറിച്ച്, ഭാവിയിൽ നമ്മൾ എന്താവണം, ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി തീരുമാനമെടുക്കുന്നതാണ് ആസൂത്രണം അഥവാ പ്ലാനിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഇതിന് നല്ല ദീർഘദൃഷ്ടിയുള്ള ഭാവനാശേഷിയുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യണം? ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ പ്രദേശത്തെ ഒരു ആരാധനാലയത്തിൽ 6 മാസം കഴിഞ്ഞ് വരുന്ന ഉത്സവ നടത്തിപ്പിൻ്റെ മുഖ്യ ചുമതലക്കാരനായി താങ്കളെ തിരഞ്ഞെടുത്തു എന്ന് കരുതുക. ആ ഉത്സവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തേണ്ടി വരിക? എപ്പോഴാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത്? ഉടനടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? മനസ്സിലായല്ലോ? ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തയ്യാറാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട മുൻകൂട്ടി ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കണം. ആദ്യം ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്? ഒന്ന്, എന്തൊക്കെ പരിപാടികളാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടത്? അത് നമ്മൾ ആദ്യം തീരുമാനിക്കണം.
എത്ര ദിവസത്തേക്കാണ് പരിപാടി, എത്ര സാമ്പത്തികമായി ചിലവ് വരും, സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നൊക്കെ പൈസ കിട്ടും തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം, ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒക്കെ ഉള്ളതിന് കണ്ടെത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്ന, ആസൂത്രണം ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതാണെന്ത് പറയപ്പെടുന്ന ആസൂത്രണം എന്നറിയപ്പെടുന്നത്. അല്ലേ, നമ്മളെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ, ആരെയൊക്കെ കല്യാണത്തിന് വിളിക്കണം, എന്തൊക്കെ ഭക്ഷണം ഒരുക്കണം, എന്തൊക്കെ പരിപാടികൾ വേണം, എത്ര ദിവസത്തെ പരിപാടിയായിട്ട് വെക്കണം, എത്ര സാമ്പത്തിക ചെലവ് വരും, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് പൈസ കിട്ടുക, സ്വർണം എവിടെ നിന്ന് എടുക്കും, ഡ്രസ്സ് എവിടെ നിന്ന് എടുക്കും, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറില്ലേ, മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കാറില്ലേ. ഇത് തന്നെയാണെന്ത് പ്ലാനിങ് അഥവാ ആസൂത്രണം. പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ഓക്കെ, എന്തു ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ആസൂത്രണം. ഇത് അടിസ്ഥാന മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളിലെ അടിസ്ഥാന പ്രവർത്തനമാണ്, ബേസിക് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഏതാണ്? ഈ പ്ലാനിംഗ് ആണ്, ആസൂത്രണമാണ്. ഓക്കെ, എങ്ങനെ പ്രവർത്തിക്കാമെന്നതിനെക്കുറിച്ച് മാനേജർ ഒരു ആശയം രൂപപ്പെടുത്തണം. അതിനാൽ ആസൂത്രണം സർഗാത്മകമായും പുതുമയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ സർഗാത്മകത ഉണ്ടായിരിക്കണം, പുതുമയും ഉണ്ടായിരിക്കണം. ആസൂത്രണം ഞങ്ങൾ എവിടെയാണെന്നും എവിടേക്കാണ് പോകേണ്ടതെന്നും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ സഹായിക്കും. ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു, നാളെ നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്നതിൽ തമ്മിലുള്ള ഒരു അന്തരം കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ് ആസൂത്രണം. കൃത്യമായ ആസൂത്രണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇന്നെവിടെയാണ് നിൽക്കുന്നതെന്നും നമുക്ക് എവിടെയാണ് എത്തേണ്ടതെന്നും കൃത്യമായി മനസ്സിലാക്കി അതിലേക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. എല്ലാ തലങ്ങളിലുമുള്ള മാനേജർമാർ ചെയ്യുന്നതാണ് ആസൂത്രണം. ആസൂത്രണം എല്ലാ തലത്തിലുമുണ്ട്, ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലുണ്ട്. ആസൂത്രണങ്ങൾ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതും ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഉചിതമായ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതും ഉൾപ്പെടുന്നു. എന്താണ് ഇവിടെ എന്തുണ്ടാവും? നമ്മൾ ആദ്യം തന്നെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നു. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തിയിട്ട് അതിന് വേണ്ട, ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ട ഉചിതമായ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നു. ഇവിടെ പറയുന്നു, പ്രശസ്ത ആംഗലേയ കവിയും എഴുത്തുകാരനുമായ റുഡ്യാർഡ് കിപ്ലിംഗ് പറഞ്ഞിട്ടുള്ള ഇങ്ങനെയാണ്: എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചത് എൻ്റെ കൂടെയുള്ള 6 വിശ്വസ്ത സേവകരാണ്. എന്ത്, എവിടെ, എപ്പോൾ, എങ്ങനെ, എന്തിന്, ആര് എന്നിവയാണ്. ലളിതമായി പറഞ്ഞാൽ ആസൂത്രണം എന്ന് പറയുന്നത് 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. ഒന്നാമത്തെ ചോദ്യം, എന്താണ് ചെയ്യേണ്ടത്, എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് എന്നതിനുള്ള ഉത്തരം. ആരാണ് ചെയ്യേണ്ടത്, ആരാണ് ആ പ്രവൃത്തി ചെയ്യേണ്ടത് എന്നതിനുള്ള ഉത്തരം. എന്തിനാണ് ചെയ്യേണ്ടത് എന്നതിനുള്ള ഉത്തരം. എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നതിനുള്ള ഉത്തരം. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനുള്ള ഉത്തരം. എവിടെയാണ് ചെയ്യേണ്ടത് എന്നതിനുള്ള ഉത്തരം. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾക്ക്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണെന്ത് ഈ പറയുന്ന ആസൂത്രണം അഥവാ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൻറി ഫയോൾ ആസൂത്രണത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ഹെൻറി ഫയോൾ ഇങ്ങനെ പറഞ്ഞു: മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ലഭ്യമായ ഭരണനിർവഹണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ, നേരത്തെ തീരുമാനിച്ചതായ ലക്ഷ്യങ്ങൾ, പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ് നേടുന്നതിനായി ലഭ്യമായ ഭരണനിർവഹണ പ്രവർത്തനങ്ങളിൽ, നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള സാധനങ്ങളിൽ, സൗകര്യങ്ങളിൽ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്നത്. ഓക്കെ, ഈ പറയുന്നത് ഇതാണ്. ഓക്കെ, ഇവിടെ ഒരു പ്രവർത്തനം കൊടുക്കുന്നുണ്ട്. നമ്മൾ 4-5 ദിവസത്തേക്ക് കുടുംബ സുഹൃത്തുക്കളുമായി ഒരു യാത്ര പോവുകയാണ്. അതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഓരോ വ്യക്തികളെയും ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ NSS പോലെയുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, അല്ലേ, NSS പോലെയുള്ള ക്ലബിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത്, അല്ലേ, നിങ്ങൾക്കറിയാം അവിടെയുള്ള പ്രവർത്തികൾ ഓരോരുത്തരെയും ഓരോ പ്രവൃത്തിയാണ് ഏൽപ്പിക്കുക. റീഫ്രഷ്മെൻറ്റ് കമ്മിറ്റി, വെള്ളം പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുകൊടുക്കേണ്ട കമ്മിറ്റിയാണ്.
അതുപോലെ ഫുഡ് കമ്മിറ്റി, ഫുഡ് ഉണ്ടാക്കേണ്ട കമ്മിറ്റിയാണ്. ട്രാവലിംഗ് കമ്മിറ്റി, യാത്രയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. പ്രോഗ്രാം കമ്മിറ്റി, പ്രോഗ്രാം നടത്തേണ്ടത്. ഇങ്ങനെയൊക്കെ എന്തൊക്കെ പ്രവൃത്തികളുണ്ടോ ആ പ്രവൃത്തികളൊക്കെ കണ്ടെത്തി ആ പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതാണ് ഈ പറയുന്ന പ്ലാനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ആസൂത്രണത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ശ്രദ്ധിക്കേണ്ട കാര്യം, ആസൂത്രണം എല്ലാ മേഖലയിലുമുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ബിസിനസ് മേഖലകളിലെല്ലാം തന്നെ എന്തുണ്ട്? ഇതുണ്ട്. ഇതില്ലെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെയുണ്ട്, ഇല്ലേ? നമ്മൾ കോളേജിലേക്ക് പോവുകയാണ്, സ്കൂളിലേക്ക് പോവുകയാണെന്ന് കരുതുക, നമ്മൾ പ്ലാൻ ചെയ്യാറില്ലേ? 7 മണിക്ക് എണീക്കണം, പ്രാരംഭ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 8 മണിയാകുമ്പോഴത്തേന് കുളിച്ചൊരുങ്ങണം, 8:30 ആകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് ബുക്കൊക്കെ എടുത്ത് വെച്ച് റെഡി ആവണം, 8:30ക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ബസ് പിടിക്കണം, ബസ് പിടിച്ചിട്ട് നമ്മൾ 9:30 ആകുമ്പോഴത്തേന് കോളേജിലേക്ക്, സ്കൂളിലേക്ക് എത്തണം. നമ്മൾ തീരുമാനിക്കാറില്ല. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലുള്ളത് തന്നെയാണ്. ഓക്കെ, ഒരു കെട്ടിടം പണി ചെയ്യുമ്പോൾ നമ്മൾ തീരുമാനിക്കാറില്ലേ? കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യാറുണ്ട്, പ്ലാൻ തയ്യാറാക്കാറില്ലേ? എസ്റ്റിമേറ്റ് തയ്യാറാക്കാറില്ലേ? എസ്റ്റിമേറ്റ് പറഞ്ഞാൽ എന്താ? നമ്മുടെ കെട്ടിടം നിർമ്മിക്കാൻ നമുക്ക് എത്ര ചെലവ് വരുമെന്ന് കണ്ടെത്തുന്നതല്ലേ? അതും പ്ലാനിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആസൂത്രണത്തിൻ്റെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ആസൂത്രണം നിർദ്ദേശങ്ങൾ നൽകുന്നു, ദിശാബോധം നൽകുന്നു. ജോലി എങ്ങനെ ചെയ്യണമെന്ന് മുൻകൂട്ടി പ്രസ്താവിക്കുന്നതിലൂടെ ആസൂത്രണം പ്രവർത്തനത്തിനുള്ള ദിശ നൽകുന്നു, ദിശാബോധം നൽകുന്നു. എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധം നൽകുന്നുണ്ട് ആസൂത്രണം. ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്ന് മുൻകൂട്ടി നിർദ്ദേശിക്കുവാൻ സാധിക്കും. പിന്നെയോ ആസൂത്രണം അനിശ്ചിതത്വത്തിൻ്റെ അപകട സാധ്യത കുറയ്ക്കുന്നു, റെഡ്യൂസിങ് ദി അൺസർട്ടൈനിറ്റി, അല്ലേ? റിസ്ക് ഒഴിവാക്കാൻ സാധിക്കും. കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ജോലി നിർവഹിക്കുന്നത് എങ്കിൽ ഒരു സംശയവുമില്ല, നമ്മുടെ അപകട സാധ്യതകൾ, റിസ്ക് ഒക്കെ പോയി കിട്ടും, അല്ലേ? നമ്മളെന്ത് ചെയ്യുന്നു? നമ്മളെന്ത് ചെയ്യുന്നു? തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു ടു ഡു ലിസ്റ്റ് എന്ന് പറയും, അല്ലേ? തീരുമാനിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ജോലി ചെയ്യാൻ എളുപ്പമായിരിക്കും, ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലേ? നമ്മൾ കോഴിക്കോട് പോവുകയാണെന്ന് വിചാരിക്കുക. കോഴിക്കോട് പോകുമ്പോൾ ഒരു 5-8 കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് നടത്താനുണ്ട്. പക്ഷെ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല പോകുന്നത് എങ്കിൽ അവിടെ എത്തുമ്പോൾ നമുക്ക് ആകപ്പാട് തത്രപ്പാടായിരിക്കും കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് പോയാൽ ആദ്യം എവിടെ കയറണം, അല്ലേ? ഇങ്ങനെ ഇതെന്ത് ചെയ്യും? നമുക്ക് അപകട സാധ്യതകൾ കുറയ്ക്കുന്നുണ്ട്, റിസ്ക് ഒഴിവാക്കുന്നുണ്ട്, ഇല്ലേ? ഇപ്പോൾ കല്യാണം വിളിക്കാൻ പോകാമെന്ന് വിചാരിക്കുക. കല്യാണം വിളിക്കാൻ പോവുകയാണെങ്കിൽ ഒരു ഏരിയയ്ക്കുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന പണിയാണല്ലോ, അല്ലേ? ഇന്ന ഭാഗത്ത് എത്ര ആൾക്കാരുണ്ട്, അതിലാദ്യം എവിടെ കയറാം, പിന്നീട് എവിടെ, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യാറില്ലേ? അങ്ങനെയാകുമ്പോൾ നമുക്ക് റിസ്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നെയോ ആസൂത്രണം ഓവർലാപ്പിങ്ങും പാഴായ പ്രവർത്തനങ്ങളും കുറയ്ക്കുന്നു. അതായത് പ്രവർത്തനങ്ങളുടെ ഇരട്ടിപ്പ്, അതാണ് ഓവർലാപ്പിംഗ്. ഒരു പണി തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ വേസ്റ്റേജ് ആയിട്ടുള്ള പ്രവൃത്തികളൊന്നും ഉണ്ടാവില്ല. കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ എന്ത് ചെയ്യുക? നമുക്ക് പരമാവധി വേസ്റ്റേജ് ഒഴിവാക്കുവാൻ സാധിക്കും, പാഴ് ജോലികൾ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ ആസൂത്രണം നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആസൂത്രണം തീരുമാനമെടുക്കാൻ പെട്ടെന്ന് സഹായിക്കുന്നുണ്ട്. ആസൂത്രണം നിയന്ത്രിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നു. ഞാൻ പറഞ്ഞു, പ്ലാനിങ്ങും കൺട്രോളിങ്ങും, ആസൂത്രണവും നിയന്ത്രണവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കൃത്യമായ ആസൂത്രണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നിയന്ത്രിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അവിടെ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിയന്ത്രണം. അപ്പോൾ ആസൂത്രണം നിയന്ത്രണത്തിലേക്കുള്ള മാനദണ്ഡമാണ് എന്നത് ഓർത്തു വെക്കുക. അടുത്തത് ആസൂത്രണത്തിൻ്റെ സവിശേഷതകളാണ്. ആസൂത്രണത്തിൻ്റെ സവിശേഷതകൾ: ഒന്നാമത്തെ, ആസൂത്രണം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. രണ്ടാമത്തേതോ, ആസൂത്രണം മാനേജ്മെൻറ്റിൻ്റെ പ്രാഥമിക പ്രവർത്തനമാണ്. നമ്മൾ പറഞ്ഞു, അല്ലേ? ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ, ഫണ്ടമെൻ്റൽ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ബേസിക് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് പ്ലാനിങ്. മൂന്നാമത്തോ, ആസൂത്രണം വ്യാപകമാണ്. പ്ലാനിങ് ഈസ് പെർവാസീവ്. മാനേജ്മെൻറ്റിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ തലത്തിലും എല്ലാ വകുപ്പുകളിലും എന്തുണ്ട്? ആസൂത്രണമുണ്ട്. പിന്നെ ആസൂത്രണം തുടർച്ചയാണ്, ആസൂത്രണം അവസാനിക്കുന്നില്ല. പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാനിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്, പുതിയ പുതിയ സാഹചര്യങ്ങൾക്കും ആവശ്യത്തിനുമനുസരിച്ച് കൊണ്ട് നമ്മുടെ പദ്ധതികളിൽ മാറ്റം വരും. ഒരു കമ്പനി കൊറോണയ്ക്ക് മുന്നേ പ്രവർത്തനം തുടങ്ങാൻ ആരംഭിച്ചു, ഒരു ഹോട്ടൽ.
വിശാലമായ രീതിയിൽ ഹോട്ടൽ പ്രവർത്തനം തുടങ്ങാൻ ആരംഭിച്ചു. പ്രവർത്തനം തുടങ്ങാനിരുന്നപ്പോഴാണ് എന്ത് ചെയ്തത്? അവർ പ്ലാൻ ചെയ്ത പ്രകാരം ചെയ്യാൻ സാധിച്ചില്ല. കൊറോണ വന്നു, ഹോട്ടൽ തുറക്കാൻ സാധിക്കാതെ വന്നു. അതോടുകൂടി അവരെന്ത് ചെയ്തു? അവരുടെ പ്ലാനിൽ ചെറിയ മാറ്റം വരുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ഇരുത്തിയിട്ട് അവിടുന്ന് ഡൈനിങ് കൊടുക്കുന്ന സിസ്റ്റം നിർത്തി, ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നത് നിർത്തി. പകരം എന്ത് ചെയ്തു? പാഴ്സൽ സർവീസ് മാത്രമാക്കി. അപ്പോൾ തീരുമാനത്തിൽ മാറ്റം വന്നില്ലേ? സാഹചര്യത്തിനും ആവശ്യകതയ്ക്കും അനുസരിച്ച് മാറ്റങ്ങൾ വന്നു. പിന്നെ ആസൂത്രണം ഭാവി സംബന്ധമായ പ്രക്രിയയാണ്. പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതാണ് ആസൂത്രണം. അതുപോലെ ആസൂത്രണത്തിൽ തീരുമാനമെടുക്കൽ ഉൾപ്പെടുന്നുണ്ട്. ആസൂത്രണത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? തീരുമാനങ്ങൾ വരുന്നത്. അതുപോലെ ആസൂത്രണം ഒരു മാനസിക വ്യായാമമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക, ബുദ്ധിപരമായിട്ടുള്ളതാണ്. പിന്നെ ആസൂത്രണത്തിൻ്റെ പരിമിതികൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ആസൂത്രണത്തിൻ്റെ പരിമിതികളിലൊന്നാണ് ആസൂത്രണം കർക്കശതയിലേക്ക് നയിക്കുന്നു. കൃത്യമായിട്ട് നടക്കേണ്ടി വരും. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്താൽ ആ പ്ലാൻ പ്രകാരം കാര്യങ്ങൾ നടക്കേണ്ടി വരും, കർശനമായിട്ട് നടക്കേണ്ടി വരും. സ്വാതന്ത്ര്യമൊന്നും ഉണ്ടാവില്ല. ആസൂത്രണം ചലനാത്മകമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചേക്കില്ല. അതായത് പെട്ടെന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം, ഒരു എൻവയോൺമെൻറ്റ്, അവിടെ ആസൂത്രണം ഫലപ്രദമാവില്ല. കാരണം ആസൂത്രണം ചെയ്യാനൊന്നും അവിടെ നേരം കിട്ടില്ല. പ്ലാൻ ചെയ്യാനുള്ള ഒരു നേരം, ആസൂത്രണം ചെയ്യുവാനുള്ള ഒരു നേരം ചലനാത്മകമായ അന്തരീക്ഷത്തിൽ കിട്ടില്ല. കാരണം പെട്ടെന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക അല്ലേ? ഗോൾഡിൻ്റെ റേറ്റ് മാറുന്ന പോലെ പെട്ടെന്ന് ദിവസവും മാറുകയാണെങ്കിൽ അല്ലേ, അവിടെ എന്ത് ചെയ്യില്ല? പ്ലാനിങ്ങിനൊന്നും പ്രസക്തി ഉണ്ടാവില്ല. നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് നീങ്ങേണ്ടി വരും. പിന്നെയോ ആസൂത്രണം സർഗാത്മകതയെ കുറക്കുന്നു. ഇവിടെ ആസൂത്രണത്തിൽ സർഗാത്മകത ഉണ്ടാവില്ല. അതായത് പുതിയ ക്രിയേറ്റിവിറ്റി ഒന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. അതുപോലെ ആസൂത്രണം വലിയ ചിലവുകൾ ഉൾപ്പെടുന്നു. ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടിയ ചിലവുകൾ വരുന്നുണ്ട്, കൂടുതൽ എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അതൊക്കെയാണ് ആസൂത്രണത്തിൽ വലിയ ചിലവുകൾ ഉൾപ്പെടുന്നു. പിന്നെയോ ആസൂത്രണം സമയമെടുക്കുന്ന പ്രക്രിയയാണ്. വിവരങ്ങൾ ശേഖരിക്കുകയും അതിന് വിശകലനം ചെയ്യുകയും അതിനെ വിലയിരുത്തുകയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. ആസൂത്രണം വിജയത്തിന് ഉറപ്പ് നൽകുന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. നഷ്ടത്തിലേക്ക്, പരാജയത്തിലേക്കും പോയേക്കാം. പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണമെന്നില്ല. ഓക്കെ. പിന്നെ ആസൂത്രണ പ്രക്രിയ, പ്ലാനിങ് പ്രോസസ്സ് ചോദിക്കാറുണ്ട്. പ്രധാനമായും ചില ഘട്ടങ്ങളിലൂടെയാണ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഇവിടെ പ്ലാനിങ് എന്നാണ് കൊടുത്തിട്ടുള്ള അക്ഷരത്തെറ്റാണ്, പ്ലാനിങ് ആണ്. പ്ലാനിങ് പ്രോസസ്സ്, ആസൂത്രണ പ്രക്രിയ. ആസൂത്രണ പ്രക്രിയയിലെ ഒന്നാമത്തെ ഘട്ടമാണ് ലക്ഷ്യങ്ങൾ ക്രമീകരിക്കൽ, സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എല്ലാ സ്ഥാപനങ്ങളും അവർക്ക് വേണ്ട ഓരോ ഓർഗനൈസേഷനും അവരുടെ വകുപ്പിനും യൂണിറ്റിനും വേണ്ട ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ. രണ്ടാമത്തത് വികസിപ്പിക്കുന്ന ആസൂത്രണ പ്രസ്താവന, പ്ലാനിംഗ് പ്രിമിസസ്. ഭാവിയെക്കുറിച്ച് ചില അനുമാനങ്ങൾ ആവശ്യമാണ്, ചില അസംഷൻസ്. ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് നമ്മൾ മുൻകൂട്ടി കാണുന്ന ഒരു അസംഷൻ അല്ലേ, ഒരു അനുമാനം, അത് തയ്യാറാക്കുക. പ്ലാനിംഗ് പ്രിമിസസ് എന്നാണ് പറയുക. ഒരു അനുമാനം, ഒരു പ്ലാനിംഗ് പ്രിമിസ് നമ്മൾ തയ്യാറാക്കുക. അതുപോലെ ഇതര പ്രവർത്തന മാർഗങ്ങൾ തിരിച്ചറിയൽ. ഓക്കെ, ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഏതെല്ലാം മാർഗങ്ങളുണ്ട് എന്നുള്ളത്. ഓക്കെ, ഏതെല്ലാം ഇതര മാർഗങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചറിയുക. ഐഡൻറ്റിഫൈയിങ് ദി ആൾട്ടർനേറ്റീവ് കോഴ്സസ്. ഒരു കാര്യം തന്നെ, ഒരു ലക്ഷ്യം തന്നെ നേടുന്നതിന് വ്യത്യസ്തമായ മാർഗങ്ങൾ ഉണ്ടാവും അല്ലേ? ഒരുപാട് മാർഗങ്ങളുണ്ടാവും. ഒരു പ്രവൃത്തി തന്നെ ചെയ്യുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരു യാത്ര ചെയ്യുന്നതിന് ഒരുപാട് മാർഗങ്ങളില്ലേ? ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് ഒരുപാട് മാർഗങ്ങളില്ലേ? കാറിൽ പോകാം, ബൈക്കിൽ പോകാം, ഫ്ലൈറ്റിൽ പോകാം എന്ന് പറയുന്ന പോലെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനും വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. അതിനെ തിരിച്ചറിയാന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം. നാലാമത്തതോ പ്രവർത്തന ബദലുകളെ തിരിച്ചറിയുക അല്ലെങ്കിൽ വിലയിരുത്തുക. ഇവാലുവേറ്റിംഗ് ദി ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഒരു പ്രവൃത്തി നേടിയെടുക്കുന്നതിന് ഒരുപാട് ബദൽ മാർഗങ്ങൾ ഉണ്ടാവും. ഓരോ ബദൽ മാർഗങ്ങളെയും വിലയിരുത്തുക. ഓരോ ബദൽ മാർഗങ്ങളുടെയും ഗുണങ്ങളും ദോഷങ്ങളും വിലയിരുത്തുക. അഞ്ചാമത്തത് ഒരു ബദൽ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് ഒരുപാട് ബദൽ മാർഗങ്ങൾ, ഒരുപാട് മാർഗങ്ങൾ ഉണ്ട് എന്നും അത് തിരിച്ചറിയുകയും അതിനെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഏറ്റവും നല്ല ഒരു ബദൽ മാർഗം നമ്മൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും നല്ല ഒരു പദ്ധതി നമ്മൾ സ്വീകരിക്കുക. എന്നിട്ടോ പദ്ധതി നടപ്പാക്കുക. എക്സിക്യൂട്ടിംഗ് ദി പ്ലാൻ. ആ പദ്ധതി
നമ്മൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക. അവസാനമായിട്ട് ഫോളോ അപ്പ്, പദ്ധതി നടപ്പിലാക്കിയ ശേഷം ഇവ നടപ്പിലാക്കുന്നുണ്ടോ എന്നും ഷെഡ്യൂൾ അനുസരിച്ച് പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഇതാണ് സ്റ്റെപ്പ്. പിന്നെ വിവിധ തരം പ്ലാനുകളുണ്ട്. ഒന്നാമത്തതാണ് ഒറ്റ ഉപയോഗ പദ്ധതി അല്ലെങ്കിൽ സിംഗിൾ യൂസ് പ്ലാൻ അല്ലേ. സിംഗിൾ യൂസ് സിറിഞ്ച് പോലെ ഒറ്റ തവണ മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഒറ്റ തവണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രൊജക്റ്റിനായി ഒരൊറ്റ ഉപയോഗ പദ്ധതി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത്തരം പദ്ധതികൾ ആവർത്തിക്കാത്ത സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നു. പ്രോഗ്രാമുകൾ, പ്രൊജക്റ്റുകൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് വെച്ചാൽ അത് ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പദ്ധതി ഒരു തവണ മാത്രമേ വിജയമാവുകയുള്ളൂ. ഓക്കെ. രണ്ടാമതാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്നറിയപ്പെടുന്നത്. സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നിശ്ചിത കാലയളവിൽ പതിവായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്കായി ഒരു സ്റ്റാൻഡിംഗ് പ്ലാൻ ഉപയോഗിക്കുന്നു. നേരത്തെ പോലെയല്ല, ഇവിടെ എന്ത് ചെയ്യുന്നു, സ്ഥിരമായി ഉപയോഗിക്കാവുന്ന പ്ലാനാണ്. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്, ഒറ്റ തവണ ഉപയോഗിക്കുന്ന പ്ലാന്. സ്ഥിരമായി ഉപയോഗിക്കുന്ന പ്ലാനുകൾ പറഞ്ഞാലോ, സ്ഥിരമായി ഉപയോഗിക്കുന്ന പ്ലാൻ എന്ന് വെച്ചാൽ, സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് വെച്ചാൽ ആവർത്തിച്ച് വരുന്ന സാഹചര്യങ്ങളിലോ പതിവ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാനുകളാണ് ഇവ. ഓക്കെ. ഇവിടെ എന്തുണ്ട്, നയങ്ങളുണ്ട്. ഇതിൽ വരുന്നതാണ് നയങ്ങൾ, നടപടിക്രമങ്ങൾ, രീതികൾ, നിയമങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. ഉപയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്ലാനുകളെ വിവിധ രീതിയിൽ തരംതിരിക്കുക. അടുത്തതാണ് പറയുന്നത് ഉപയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്ലാനുകളെ പല രീതിയിൽ തരംതിരിക്കാം. ഒന്ന്, ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ആണ്. ആസൂത്രണത്തിൻ്റെ ആദ്യഘട്ടം ലക്ഷ്യങ്ങൾ ക്രമീകരിക്കുക എന്നതാണ്. അതിനാൽ മാനേജ്മെൻറ്റ് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഭാവി നിലപാടാണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ലക്ഷ്യങ്ങൾ ഓർഗനൈസേഷൻ വളരെ അടിസ്ഥാനപരമാണ്, നിർബന്ധമാണ്. ഓക്കെ. പിന്നെയോ തന്ത്രം, സ്ട്രാറ്റജി ഉണ്ടാവും. എന്താ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, ഒരു തന്ത്രം ഒരു ഓർഗനൈസേഷൻ്റെ ബിസിനസ്സിൻ്റെ വിശാലമായ രൂപരേഖ നൽകുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ ഓർഗനൈസേഷൻ്റെ ദിശയും വ്യാപ്തിയും നിർവചിക്കുന്നതാണ് ഇത്. അതായത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഏത്, തന്ത്രം അഥവാ സ്ട്രാറ്റജി എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സമഗ്രമായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് തന്ത്രങ്ങൾ, സ്ട്രാറ്റജി എന്നറിയപ്പെടുന്നത്. പിന്നെ നയം, പോളിസി, ചിന്തകളെ നയിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിശയിലേക്ക് ഊർജം പകരുന്ന പൊതുവായ പ്രസ്താവനകൾ, ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കോൾഡ് പോളിസീസ്. പോളിസി എന്ന് വെച്ചാൽ എന്താണ്, ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സാധാരണ രീതിയിൽ പറഞ്ഞ തന്ത്രത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജി ഉണ്ടല്ലോ, ആ സ്ട്രാറ്റജിയെ എലാബറേറ്റ് ചെയ്യുന്ന, വ്യാഖ്യാനിക്കുന്നതാണ് ഏത്, ഈ പറയപ്പെടുന്ന പോളിസി. നയങ്ങൾ ഒരു അടിസ്ഥാനം നൽകുന്നു. മാനേജർ നടപടികളിലേക്കും മാർഗനിർദ്ദേശങ്ങളിലേക്കും നയിക്കുന്നതിന് ഇതാണ് സഹായിക്കുന്നത്. പിന്നെ നടപടിക്രമം, പ്രൊസീജിയർ, പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താമെന്നതിനുള്ള പതിവ് ഘട്ടങ്ങളാണ് നടപടിക്രമങ്ങൾ. ഒരു ജോലി എങ്ങനെ കൃത്യമായി ചെയ്യേണ്ട രീതി, അതാണ് നടപടിക്രമം, പ്രൊസീജിയർ. അടുത്തത് രീതി, മെത്തേഡ്സ്, ലക്ഷ്യങ്ങൾ കണക്കിലെടുത്ത് ഒരു ചുമതല നിർവഹിക്കേണ്ട വിവിധ രീതികൾ എന്ന് പറയുന്നു. ആ വിവിധ വിധത്തെ എന്ത് ചെയ്യുന്നു, രീതികൾ എന്ന് പറയുന്നു. അതായത് ലക്ഷ്യങ്ങൾ കണക്കിലെടുത്ത് ഒരു ചുമതല നിർവഹിക്കേണ്ട വിധം, ഏത് വിധത്തിലായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, ഏത് മെത്തേഡിലൂടെ ആയിരിക്കണം ഒരു ജോലി ചെയ്യേണ്ടത്. രീതികൾ ഓരോ ജോലിക്കും വ്യത്യസ്തമായിരിക്കും. എല്ലാ ജോലിയും ഒരേ രീതിയിലല്ല ചെയ്യുക. ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്, മറ്റുള്ളവരൊരു രീതിയാണ്, അങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെയുള്ളതാണ് നിയമങ്ങൾ. എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയിക്കുന്ന നിർദ്ദിഷ്ട പ്രസ്താവനകളാണ് നിയമങ്ങൾ. ഒരു വഴക്കവും വിവേചനാധികാരവും അവർ അനുവദിക്കുന്നില്ല. വഴക്കുണ്ടാവില്ല, ഫ്ലെക്സിബിൾ അല്ല. നിയമം റിജിഡ് ആയിരിക്കും, നിയമത്തിന് മാറ്റം വരുത്താൻ സാധിക്കില്ല. വിട്ടുവീഴ്ചയില്ലാത്തതാണ് നിയമങ്ങൾ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കുന്ന നിർദ്ദിഷ്ട പ്രസ്താവനകളാണ്, അതിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല, അതാണ് നിയമങ്ങൾ. പിന്നെയോ പ്രോഗ്രാം, ഒരു പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായ പ്രസ്താവനകളാണ് പ്രോഗ്രാമുകൾ. ഒരു പദ്ധതിയെ, ഒരു പ്ലാനിനെ കുറിച്ചുള്ള വിശദമായ പ്രസ്താവന. അടുത്തതോ ബഡ്ജറ്റ്, ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു പദ്ധതിക്കുള്ള സാമ്പത്തിക വശത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ബഡ്ജറ്റ്. പറയേണ്ട ആവശ്യമില്ല, ബഡ്ജറ്റൊക്കെ എപ്പോഴും എന്താണ്, ഗവൺമെൻറ് ഇറക്കുന്നതാണല്ലേ. ഭാവിയിലെ വസ്തുക്കളുടെയും വസ്തുതകളുടെയും കണക്കുകളെയും കണക്കാക്കുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രധാനമായിട്ട് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.